നമസ്കാരം. എന്തുകൊണ്ടാണ് ഒരാളുടെ വിവാഹം ഒരാളുടെ ജീവിതത്തെ ഇത്രയധികം സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ വിവാഹം എന്ന് പറയുന്നത് 2 ഊർജ്ജങ്ങളാണ്. നിങ്ങൾ ശരിയായിട്ടുള്ള ഊർജ്ജം എടുത്താൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും. അത്ഭുതകരമായത് വിജയിക്കുന്ന എത്ര പരാജിതനായാലും ഒരു ശരിയായിട്ടൊരു ആളുടെയാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ 2 ഊർജ്ജങ്ങളാണ്. നിങ്ങൾക്ക് ചേരുന്നൊരു ഊർജ്ജമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മറികടന്നിരിക്കും. തെറ്റായ ഊർജ്ജങ്ങളാണെങ്കിൽ അതാണ് പറഞ്ഞത്, സ്ത്രീ എന്നത് ലക്ഷ്മി ദേവിയുണ്ട്, മൂദേവിയുണ്ട്. ലക്ഷ്മി ദേവിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും. നേരെ മറിച്ച് നിങ്ങൾ തെറ്റായിട്ടുള്ള ഊർജ്ജം അനുസരിച്ച് ഒരു തെറ്റായിട്ടുള്ള സ്ത്രീയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലും തെറ്റും. അന്ന് മുതൽ അവൻ്റെ അടിവേര് ഇറങ്ങും. അതിന് വേറെ സംശയമൊന്നുമില്ല. തിരിച്ചാണെങ്കിലും അതുപോലെ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ വിവാഹ പൊരുത്തം, ഈ 10 പൊരുത്തം നോക്കുന്നതിനോട് എനിക്ക് 10 പൊരുത്തം നോക്കിയിട്ട് ഈ 9 പൊരുത്തമാണ് മാക്സിമം കോടതി കയറി ഇറങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, വിവാഹ പൊരുത്തം നോക്കുമ്പോൾ ഉപാസനയുള്ളവരടുത്ത് മാത്രമേ നിങ്ങൾ പ്രശ്നം നോക്കാൻ പോകാറുള്ളൂ. ശരിയായിട്ടുള്ള ഊർജ്ജം എടുത്തില്ലെങ്കിൽ, ശരിയായിട്ടുള്ള ഊർജ്ജമുള്ള 2 വ്യക്തികൾ തമ്മിൽ ചേർന്നില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതിപ്പോൾ നിങ്ങൾ എടുത്ത് നോക്കിയാലേ അറിയാം. വേദനകളാണ് ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ട്. എൻ്റെ ഈ സബ്സ്ക്രിപ്ഷൻസ് തന്നെ ഒരുപാട് പേര് കൺസൾട്ടേഷന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേദനകളാണ്. വേദന ഉണ്ടാകുന്നത് എപ്പോഴാണ്? വേദമില്ലാത്ത അവസ്ഥ, മനസ്സിന് അറിവില്ലാത്ത അവസ്ഥയിലാണ് വേദം പ്ലസ് വേദന ഉണ്ടാകുന്നത്. ജ്ഞാനമില്ലാത്ത അവസ്ഥയിലാണ് ഒരാൾക്ക് വേദന ഉണ്ടാകുന്നത്. അപ്പം വിവാഹം എന്ന കടമ്പയിലോട്ട് കടക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇന്ന ഊർജ്ജം നിങ്ങളിൽ എന്ത് സ്വാധീനമായിരിക്കും ചെലുത്തുന്നത്. ചിലവർ അഗാധമായ പ്രണയത്തിലായിരിക്കും, പക്ഷേ വിവാഹത്തിന് ശേഷം ഇന്ന വ്യക്തി പ്രണയിക്കുമ്പോൾ ഒരുപാട് കെയറിങ് ആണ്, ഒരുപാട് സ്നേഹത്തിലായിരുന്നു. പക്ഷേ വിവാഹത്തിന് ശേഷം ആ രീതിയിൽ പോകാൻ പറ്റുന്നില്ല. ഊർജ്ജം മാറുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഊർജ്ജം നിങ്ങളിലേക്ക് വരുമ്പോൾ, ഈ ഊർജ്ജം, അതായത് ഗ്രഹനില ഊർജ്ജം, ആ ഒരാളിലേക്ക് വന്ന വിധി, അത് പൂർവ്വജന്മമായിട്ട് വരുന്നതാണ്. ആ ഊർജ്ജം നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്ത് സ്വാധീനമായിരിക്കും നിങ്ങളിൽ മാറ്റം വരുത്തുന്നതെന്ന് നിങ്ങൾ മുൻകൂറായി അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും തകർന്നു പോകും. വിവാഹ ജീവിതം തകർന്നാൽ പിന്നെ നിങ്ങളുടെ ജീവിതം പിന്നെ കാണത്തില്ല. പല രീതിയിലും ഡിപ്രഷൻ, ആണുങ്ങളായ പ്രത്യേകിച്ച് ആണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകളെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചേർന്നത് തന്നെ ആയിരിക്കണം. അതിപ്പം ഈ വിവാഹപ്രായോ തിടുക്കം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ ചോദിച്ചാൽ മതി, ഇന്ന സ്ത്രീ നിങ്ങൾക്ക് ചേരുമോ എന്ന് ഉള്ളിലിരിക്കുന്നവൻ പറഞ്ഞു തരും. അതിന് യാതൊരു സംശയവുമില്ല. ആത്മീയമായിട്ട് ഉയർന്നൊരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാകും, ഇന്ന ആൾ ചേരുമോ. നിങ്ങൾ വിവാഹ പ്രശ്നം നോക്കണം. വിവാഹ പ്രശ്നത്തിനായിരിക്കണം മുൻതൂക്കം കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങളുടെ ആരെയാണോ വിവാഹം, അത് പൂർവ്വജന്മത്തിലെ പൂർവ്വജന്മ കർമ്മം അനുസരിച്ചായിരിക്കും വിവാഹ ജീവിതം. പൂർവ്വജന്മ ബന്ധമുള്ള ഒരാളെ നിങ്ങൾ കല്യാണം കഴിക്കാവും. പൂർവ്വജന്മത്തിൽ അഭിപ്രായ വ്യത്യാസം വന്ന് ശത്രുവായിട്ട് പിരിഞ്ഞിട്ടുള്ള കല്യാണം ഒരുപാട് തകർച്ച. എത്ര പേർക്ക് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വരുന്നതിൽ. പൂർവ്വജന്മത്തിൽ ശത്രുവായിട്ടുള്ളവരെ കല്യാണം കഴിച്ചാൽ നരകമായിരിക്കും. പൂർവ്വജന്മത്തിൽ നിങ്ങൾക്ക് പൂർവ്വജന്മത്തിൽ നിങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരാളെ കല്യാണം സ്വർഗ്ഗതുല്യമായിരിക്കും. അതിന് 10 പൊരുത്തം നോക്കി 10ൽ 9 പൊരുത്തമുണ്ട് കെട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് കോടതി കയറി ഇറങ്ങണം എത്ര പേര്? നിങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്ക്. ഹിന്ദുക്കളാണ് പൊരുത്തം നോക്കുന്നത്, എന്നാൽ കൂടുതൽ ഡിവോഴ്സും ഹിന്ദുക്കൾക്ക്. എന്തുകൊണ്ടാണ്? 10 പൊരുത്തം ആകർഷണമുണ്ടോ, സന്താനമുണ്ടോ, അതൊക്കെ പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിലുപരി പൂർവ്വജന്മം നിങ്ങൾ നോക്കണം. പൂർവ്വജന്മത്തിന് പ്രാധാന്യം. ചില പൂർവ്വജന്മ ദോഷങ്ങൾ മാറ്റം, ചിലതിനൊന്നും പരിഹാരമില്ല. ചിലതൊക്കെ അനുഭവിച്ചേ പറ്റും. പിന്നെ വിധിയെ മാറ്റാൻ വിധികർത്താവിന് പോലും പറ്റത്തില്ല. വിധി എന്താണോ അതനുസരിച്ച് അത് മനുഷ്യൻ അപ്പം വിധിയെ പഠിക്കാൻ പറ്റത്തില്ല. എന്നാലും ചിലതൊക്കെ നമുക്ക് മുൻകൂറായിട്ട് അറിയാൻ പറ്റും. ചില ബന്ധങ്ങൾ, ചില ലവേഴ്സൊക്കെ വരാറുണ്ട് ഈ കൺസൾട്ടേഷൻ, ഇത് പൊരുത്തം നോക്കാമോ. ചിലത് കാണുമ്പോഴേ അറിയാം അത് ചേരത്തില്ല, 5 വർഷത്തിൽ കൂടുതൽ അത് ഒന്നിച്ച് പോകത്തില്ല, അത് പറയും. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടും. അവർ അഗാധമായ പ്രണയത്തിലേക്ക് ഇഷ്ടപ്പെടില്ല, കെട്ടും. എന്താ പറ്റുക? 3ൻ്റെ അന്ന് അടി തുടങ്ങും. മനസ്സിലായില്ലേ? പ്രാണനിൽ നിന്ന് തുടങ്ങുന്നതാണ് പ്രണയം. പ്രാണനിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് പ്രണയം. അതുകൊണ്ട് തന്നെ വിവാഹം ചെയ്യുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും നിങ്ങളുടെ പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ചോദിക്കണം, ആത്മാവിനോട് ചോദിക്കണം. ഇൻറ്റ്യൂഷൻസ്, മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് പിന്നെ പറയണം, ഇൻറ്റ്യൂഷൻസ് ഉണ്ടാകും. ഇന്ന വ്യക്തി നമ്മളിലേക്ക് ചേർന്ന് നമുക്ക് എന്ത് മാറ്റമായിരിക്കും. 2 ഊർജ്ജങ്ങളാണ്, 2 വ്യക്തികളല്ല. 2 കർമ്മം, പൂർവ്വജന്മ കർമ്മം അനുസരിച്ച് 2 ഊർജ്ജങ്ങളാണ്. ഈ 2 ഊർജ്ജങ്ങൾ തമ്മിൽ ചേരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? മനസ്സിലായി? ആ വ്യക്തിക്ക്, സ്ത്രീ ആയാലും പുരുഷൻ, എന്ത് മാറ്റമായിരിക്കും സംഭവിക്കുക? ചിലവർ അടിച്ച് പിരിയും, അതിന് യാതൊരു സംശയവുമില്ല. റിപ്പൾഷൻ ഉണ്ടാകും. ചില ഊർജ്ജങ്ങൾ ചേരില്ല. 10 പൊരുത്തം കാണും, പക്ഷേ ചേർക്കുമായിരിക്കും. പല ജോത്സ്യരും 10 പൊരുത്തം, ഈ ഊർജ്ജങ്ങൾ തമ്മിൽ ചേരത്തില്ല. അതുകൊണ്ട് വിവാഹ പ്രശ്നത്തിന് ഇത്ര പ്രാധാന്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? 10ൽ 10 9 പൊരുത്തം കോടതി പോയി നോക്കിയാൽ മതി. കൂടുതലും ഡിവോഴ്സാണ്, അടിയും പിടിയുമാണ്, സമാധാനം ഇല്ല. പൂർവ്വജന്മം എടുക്കുമ്പോൾ ശത്രുക്കളാണ്. അതുകൊണ്ട് തലവയ്ക്കുന്നതാണ്. പൂർവ്വജന്മത്തിന് അനുകൂല ഭാവം ചിലതൊക്കെ മാറ്റാൻ പറ്റും, ചിലത് എല്ലാം മാറ്റാൻ പറ്റുമെന്നൊന്നും ഞാൻ അവകാശം. ചിലതൊക്കെ ചില പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ മാറാം, ചിലതൊന്നും പരിഹാരമില്ല. അപ്പോൾ ഈ നമ്മൾ വിവാഹത്തിലേക്ക് കടക്കും മുമ്പ് ഇപ്പോൾ പ്രണയം എല്ലാവർക്കും പ്രാണനിൽ നിന്നുണ്ടാകുന്നതാണ് പ്രണയം.
മനസ്സിലായി? അപ്പം നിങ്ങൾ ഉള്ളിലേക്ക് ചോദിക്കണം. ഇന്ന വ്യക്തിയോട് നിങ്ങൾക്ക് പ്രണയം തോന്നി, അത് പ്രാണനിൽ നിന്നുണ്ടാവുന്നതാണ് പ്രണയം. അത് ശുദ്ധമാണെങ്കിൽ ഉള്ളിലിരിക്കുന്ന ആത്മാവ് തന്നെ പറഞ്ഞു തരും, ഈ വ്യക്തി നിങ്ങളിലേക്ക് ചേർന്നാൽ നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, ആ വ്യക്തി നിങ്ങളിൽ ആരാണ്. ഇത് മെഡിറ്റേഷൻ, അതാണ് ഈ മെഡിറ്റേഷനൊക്കെ പ്രാധാന്യം, ധ്യാനത്തിൻ്റെയൊക്കെ പ്രാധാന്യം അവിടെയാണ്. മനസ്സിലായില്ലേ? അപ്പം പിന്നെ ചിലർ ജനിച്ചിരിക്കുന്നതേ ഇന്ന വ്യക്തിയെ കല്യാണം കഴിക്കാനായിരിക്കും. അത് പൂർവ്വജന്മത്തിലേ അത് ഒരു ഒന്നിക്കാൻ വേണ്ടി അവർ അതിനു വേണ്ടി ഒരു ജന്മം എടുക്കുന്നതായിരിക്കും. ആ പ്രണയത്തിനെയൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. അവർ ജനിച്ചിരിക്കുന്നതേ അവർ ഒന്നിക്കാൻ വേണ്ടിയാണ്. അത് ഇപ്പം ചിലവർക്ക് പൊരുത്തം കാണത്തില്ല, പക്ഷേ പ്രശ്നം നോക്കുമ്പോൾ അനുകൂലത്തിലാണ്. എത്ര പേര് ലവ് അഫെയർസിലാണ്, പക്ഷേ പൊരുത്തം നോക്കാൻ പൊരുത്തം ഇല്ലെന്ന് പറഞ്ഞ് പലരും. പക്ഷേ നമ്മൾ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ നല്ല അനുകൂലമായിരിക്കും. ചില സമാധാനമായിട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. ചിലവർ കാണുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലയിടത്ത്, ഇന്ന വർഷത്തിന് ശേഷം 5 വർഷം അല്ലെങ്കിൽ 12 വർഷം ഇന്ന ഡേറ്റിന് ശേഷം നിങ്ങൾ സമാധാനം കാണത്തില്ല. പക്ഷെ അവർക്ക് മറ്റു ജോത്സ്യൻ ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചേർക്കുന്നത് കാണാം. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങൾ 10 പൊരുത്തതിനൊക്കെ ഉപരി നിങ്ങൾ പൂർവ്വജന്മം നോക്കണം. പൂർവ്വജന്മം അനുകൂലമായിട്ടുള്ളവർ മാത്രമേ നിങ്ങൾ വിവാഹം കഴിക്കാവൂ. മനസ്സിലായില്ലേ? വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കാൻ വേണ്ടിയാണ്. വിവാഹ സംബന്ധമായിട്ട് അല്ലെങ്കിൽ പ്രണയ സംബന്ധമായിട്ട് തെറ്റ് പറ്റിയാൽ നിങ്ങളെ ജീവിതത്തെ ബാധിക്കും. നിങ്ങളുടെ ഊർജ്ജം മാറിപ്പോവും. മനസ്സിലായി? ഡിപ്രഷൻ ഉണ്ടാകും. നിങ്ങളുടെ കർമ്മരംഗത്ത് വീക്കായി, എല്ലാ അർത്ഥത്തിലും വീക്ക്. അതാണ് വിവാഹഭാവത്തിന് ഇത്ര പ്രാധാന്യം. വിവാഹ ജീവിതം, ഒരു ഉത്തമമായിട്ടുള്ളൊരു സ്ത്രീ ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ വന്നാൽ അയാളുടെ ജീവിതം മാറും. അത് ധനപരമായിട്ട് വിട്, സമാധാനം ഉണ്ടാവും, മനസമാധാനം ഉണ്ടാവും, അയാൾക്ക് ഉയർച്ച ഉണ്ടാവത്തുള്ളൂ. അതാണ് പറയുന്നത്, ഒരു പുരുഷൻ്റെ പിന്നിൽ എപ്പോഴും ഒരു സ്ത്രീ ഉണ്ടാകും. അത് നട്ടൽ പോലെ ഒരു സ്ത്രീ ഉണ്ടാകും. പക്ഷേ തെറ്റായിട്ടുള്ള ഊർജ്ജമാണ് എടുക്കുന്നതെങ്കിൽ, മനസ്സിലായി, 2 നെഗറ്റീവ്സ് തമ്മിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാകും. അയാൾക്ക് നെഗറ്റീവ് മാത്രം ഉണ്ടാക്കുന്നൊരു ഊർജ്ജമാണെങ്കിൽ അയാൾക്ക് സമാധാനം കിട്ടത്തില്ല. അത് പ്രകൃതി നിയമമാണ്. മനസ്സിലായി? നമ്മളിപ്പോൾ സൗന്ദര്യം, പണം ഇത് നോക്കിയല്ല. പെൺവീട്ടുകാർ എപ്പോഴും സ്വാഭാവികമായിട്ട് ജോലി, പണം, സ്റ്റെബിലിറ്റി, ഓക്കെ. പക്ഷേ 2 ഊർജ്ജങ്ങൾ തമ്മിൽ ചേരുമ്പോൾ, ഇന്ന ഊർജ്ജം ഈ സ്ത്രീയായിട്ട് ചേരുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ അത് അടുത്ത സന്താനങ്ങളെ ബാധിക്കും, അടുത്ത തലമുറയെ ബാധിക്കും. അപ്പോൾ ഉത്തമ ഊർജ്ജം മാത്രമേ സ്വീകരിക്കാവൂ. മനസ്സിലായില്ലേ? അത് ആദ്യം ഒരു ജോത്സ്യനെ കാണും മുമ്പേ നിങ്ങൾ ഉള്ളിലേക്ക് ചോദിക്കണം, ഇന്ന വ്യക്തി എനിക്ക് ചേർന്നതാണോ? ഇന്ന വ്യക്തിയെ കല്യാണം കഴിച്ച് എനിക്കെന്ത് മാറ്റങ്ങൾ സംഭവിക്കും? എൻ്റെ ഊർജ്ജത്തിന് എന്ത് മാറ്റങ്ങൾ സംഭവിക്കും? എൻ്റെ ഭാവിയിൽ എന്ത് മാറ്റങ്ങൾ സംഭവിക്കും? സന്താനങ്ങൾ എങ്ങനെ ഇരിക്കും? അത് ഉള്ളിലിരിക്കുന്നവൻ പറഞ്ഞു തരും. അതാണ് മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷൻ ഇച്ചിരി പ്രാധാന്യങ്ങളുണ്ട്. നിങ്ങളുടെ ഈ 10 പൊരുത്തം, അതിന് ഞാൻ കൊച്ചായി കാണുന്നത് 10 പൊരുത്തം നോക്കിയോ, പക്ഷെ അത് മാത്രം വെച്ചാൽ വിവാഹ പ്രശ്നം നോക്കണം. 10 പൊരുത്തത്തിന് വലിയ പ്രാധാന്യം ഇല്ലെന്നല്ല, അല്ല ചിലപ്പോൾ ആകർഷണം കാണിക്കുമായിരിക്കും. പക്ഷേ ഈ പൂർവ്വജന്മത്തിന് പ്രാധാന്യമുണ്ട്. വിവാഹ പ്രശ്നം നോക്കണം. പൂർവ്വജന്മ ദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ. എത്ര പേര് ഞാൻ കൺസൾട്ടേഷൻ, ഇത് സബ്സ്ക്രിപ്ഷൻസ് തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇന്ന ദോഷമാണ്, ഇന്ന പരിഹാരം ചെയ്താൽ അത് മാറ്റം ഉണ്ടാകും. മാറ്റം വന്ന എത്രയോ പേരുണ്ട്. അപ്പം നിങ്ങൾ വിവാഹ പ്രശ്നം നടത്തിയതിന് ശേഷം, വിവാഹ പ്രശ്നം നോക്കി അതിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം മാത്രമേ ഒന്നിക്കാവൂ. അതിപ്പം പ്രണയത്തിലായിട്ടിരിക്കുന്നവരായിരിക്കും, അറേഞ്ച്ഡ് ആയിട്ടിരിക്കുന്നവരായിരിക്കും. അപ്പം അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. വേദനകളാണ് വിവാഹ ജീവിതം പരാജയമായ വേദനകളുണ്ടാകും. വേദം പ്ലസ് വേദം എന്ന് വെച്ചാൽ ജ്ഞാനം ഇല്ലാത്തൊരവസ്ഥയിലാണ് വേദന ഉണ്ടാകുന്നത്. വേദമില്ലാത്തൊരവസ്ഥയിലാണ് വേദന ഉണ്ടാകുന്നത്. വേദം പ്ലസ് വേദന. അപ്പം വേദന ഉണ്ടാവാതിരിക്കാൻ ജ്ഞാനം ഉണ്ടാവണം. നിങ്ങൾക്കുണ്ടായിട്ടുള്ള എനർജി, ശാപങ്ങൾ, പൂർവ്വജന്മത്തെ ശാപങ്ങളാവാം, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ ചെയ്തു കൂട്ടിയ ചില പ്രശ്നങ്ങളാവാം, ആരെങ്കിലും ശാപവാക്കുകളാവാം. അത്തരത്തിലുള്ള ദോഷങ്ങളുണ്ടോ എന്ന് നിങ്ങൾ പ്രശ്നം വെച്ച് നോക്കണം. അതിലൊരു തെറ്റുമില്ല, പ്രശ്നം വെച്ച് നോക്കുക. 10 പേര് നോക്കോ, അത് സ്വാഭാവികം, നോക്കിക്കോ. അപ്പം അതിലും എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പരിഹാരം ഉണ്ടോ എന്നൊന്നും അറിഞ്ഞൂടാ. ചിലതിനൊക്കെ പരിഹാരം കാണത്തില്ല, അനുഭവിക്കേണ്ടത് അനുഭവിച്ചേ പറ്റൂ. പരിഹാരം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കാൻ. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങളെ മാത്രമാണോ ബാധിക്കുന്നത്? നിങ്ങളെ ബാധിക്കും, അത് നിങ്ങളുടെ ഭാര്യയെ ബാധിക്കും, നിങ്ങളുടെ വീട്ടുകാരെ ബാധിക്കും. ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പറയുന്നതേ നാട്ടിൽ വിശ്വസിക്കും, പുരുഷൻ പറയുന്നത് വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ ഉത്തമ സ്ത്രീയെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഉത്തമമായ ഊർജ്ജം, ഇന്ന ഊർജ്ജം എന്നിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാവത്തുള്ളൂ. എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ പുരോഗതി മാത്രം, എനിക്ക് നല്ല സന്താനങ്ങളെ കിട്ടും എന്ന ബോധത്തോടു കൂടി ആ പ്രശ്നത്തെ തെളിയണം. എന്നാൽ മാത്രമേ നിങ്ങൾ ആ വിവാഹം അല്ലാതെ ഇപ്പം പെണ്ണ് കിട്ടുന്നില്ല, അതിനനുസരിച്ച് ഏതെങ്കിലും കിട്ടിയ തെറ്റായിട്ടുള്ള ഊർജ്ജം നിങ്ങളുടെ വിവാഹ ജീവിതമെന്നല്ല, ജീവിതകാലം മുഴുവൻ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ വീട്ടുകാരെ ബാധിക്കും, നിങ്ങളുടെ അടുത്ത തലമുറയെ ബാധിക്കും. അത്തരത്തിലേക്ക് പോകരുത്. എൻ്റെ അഭിപ്രായത്തിൽ വിവാഹ ജീവിതം എന്ന പൂർവ്വജന്മ ബന്ധം, അത് പ്രണയം ഉണ്ടാകുന്ന എല്ലാവർക്കും പൂർവ്വജന്മത്തിൽ നിങ്ങളുടെ എന്തെങ്കിലും രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ടാകും. പ്രാണനിൽ നിന്നുണ്ടാകുന്നതാണ് പ്രണയം. അതിന് എന്തെങ്കിലും ഒരാളുമായിട്ട് പ്രണയം തോന്നുന്ന എന്തെങ്കിലും ഒരു കാരണം പൂർവികമായിട്ടുണ്ടാവും, എന്തോ ഒരു ആകർഷണം. അതിലെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, ഇന്ന വ്യക്തിയെ ചേരുമ്പോൾ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഞാൻ എപ്പോഴും പറയും പോലെ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഭാഗ്യം വേണം. അത് നിസ്സാര ഭാഗ്യമല്ല, അതൊരു മഹാഭാഗ്യം തന്നെ. സ്നേഹിക്കപ്പെടാൻ
അതൊരു യോഗമാണ്, അതൊരു ഭാഗ്യമാണ്. അപ്പോൾ അത് ഉത്തമമായ നിങ്ങൾ കൈ കൊടുക്കുന്നതും ഹൃദയം കൊടുക്കുന്നതും ഉത്തമമായിട്ടുള്ള ഒരു വ്യക്തിക്കായിരിക്കണം. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പം വിവാഹ പ്രശ്നത്തിന് വേണം കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ. എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വന്നിട്ടുള്ളവർ ഞാൻ പറഞ്ഞു, ഇതിൽ തന്നെ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്, ഒരുപാട് പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ അത് ചെയ്ത് അത് മാറ്റം വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ വിവാഹ പ്രശ്നത്തിലെത്തി ഉത്തമമായിട്ടുള്ള പങ്കാളിയെ കണ്ടെത്തണം എന്നാണ്. ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. നിങ്ങൾ പരിഹരിച്ച് വരുമ്പോൾ ജീവിതം ഒരുപാട് കടന്നിട്ടുണ്ടാകും. തിരുത്താൻ പറ്റാത്ത തെറ്റുകളുണ്ടാകും. മനസ്സിലായി? തിരുത്താൻ പറ്റാത്ത ഇനി ഒരു അവസരം ചിലപ്പോൾ പ്രപഞ്ചം തരണമെന്നില്ല, ഈ ഒരു അവസരം കൂടെ പിന്നെ തരണമെന്നില്ല. അപ്പോൾ വിവാഹം വളരെ പ്രധാനമാണ്. അത് നിങ്ങളെ എൻ്റെ ലൈഫ്, നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലുള്ളവരെ, കുടുംബജീവിതത്തിലെയും നിങ്ങളുടെ മക്കളെയും എല്ലാവരും സ്വാധീനിക്കും. അപ്പോൾ ഉത്തമമായിട്ടുള്ള ഒരാളെ കണ്ടെത്തി വിവാഹം ചെയ്യണം. ഓക്കെ, അതിനൊക്കെ നിങ്ങൾക്ക് ദൈവം രക്ഷിക്കട്ടെ, ദൈവം അതിന് സഹായം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.